ഹലോ ഗൈസ്, നമ്മളെ ഗ്ലോറിയസ് ഇറാസിൻ്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ് വന്നേക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് നമ്മളെ ലീഗിൽ നിന്ന് ഒരു ലെവലായതിൻ്റെ റിവാർഡ് ഉണ്ട്. നമുക്കത് കളക്ട് ചെയ്തിട്ട് പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോവാം. ഓക്കെ, എപ്പോഴത്തെ പോലെ വർക്കൗട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് 10K ജെമ്മാണ് ഉള്ളത്. അത് വെച്ചിട്ട് വേണം എങ്കിൽ നമ്മൾ ഇന്നത്തെ പാക്ക് ഓപ്പണിങ് നടത്തുക. സോ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ 7.5K ബാക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. കാരണം 150 വർക്കൗട്ട് ചാൻസ് കുറവാണ് 3K ജെം ആയതുകൊണ്ട് തന്നെ. ഇനി അത് കുറച്ചുകൂടി പ്രോബിലിറ്റി ഉണ്ട് നല്ല കാർഡ്സ് കിട്ടാൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ പോവാം. എങ്കോളക്കാണ്ടേൻ്റെ കാർഡൊക്കെ ഉണ്ട്, ആൻഡ് ഇഷ്ടംപോലെ ലിവർപൂളിൻ്റെ കാർഡും. അടുത്ത വീക്ക് എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡിൻ്റെ പ്ലേയേഴ്സാണ് വരുന്നതെന്ന്. ഓക്കെ, ഈ നമുക്ക് എന്തായാലും നോക്കാം. വർക്കൗട്ട് ഉണ്ട്, എന്തായാലും വർക്കൗട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഓക്കെ, ലോഡാവുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലണ്ടാണ് ലെഫ്റ്റ് ബാക്ക്. കോളിൻ്റെ കാർഡൊന്നും ഇല്ല. അപ്പോൾ കോളിൽ ലിവർപൂളിൽ കളിച്ചോന്നും എനിക്കറിയില്ല. ചിൽവെലിൻ്റെ കാർഡാണ്, കുഴപ്പമില്ല. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ ഇതുണ്ട്. പെട്ടെന്ന് ഗ്ലിച്ച് അടിച്ച് പോയി. ഓക്കെ, നെതർലാൻഡ് സെൻറ്റർ മിഡ് കോയിൻ്റെ കാർഡാന്ന് തോന്നുന്നു. ഓക്കെ, 114 കോയിൻ്റെ കാർഡ് ഇട്ടിന്. എന്തായാലും ഗെയ്സ് ആ ഒരു കോള് വന്നപ്പോൾ ഗെയ്സ് അതിൻ്റെ ഒരു ഗ്ലിച്ച് അടിച്ചിട്ടാണ് മറ്റേ സ്കിപ്പായി പോയി, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നമ്മളെ 3K ജെമ്മിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യാം. ഈ ഡൂഡക്കിൻ്റെ കാർഡ്, അതുപോലെ തന്നെ ബാനസ്, ജെറാഡ്, സാബി അലോൺസോൻ്റെ കാർഡൊക്കെ ഉണ്ട്. നമ്മളെ ഫെർണാണ്ടോ ടോറസിൻ്റെ സൈൻഡ് കാർഡൊക്കെ ഉണ്ട്, ബട്ട് അത് കിട്ടാൻ ഇച്ചിരി പണിയാണ്. FC പോയിൻ്റൊക്കെ പൊട്ടിക്കണം എന്ന് തോന്നുന്നു. ഈ ആർക്കെങ്കിലും നല്ല ഏതെങ്കിലും ലിവർപൂളിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇംഗ്ലണ്ടാണ് ലെഫ്റ്റ് ബാക്ക്. ചിൽവലിനെ കിട്ടിയായിരുന്നല്ലോ ലേസ് ഓൾറെഡി. 110 ചിൽവൽ തന്നെയാണ്. നമുക്ക് അടുത്ത 7.5K പാക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ 3K എന്തായാലും വർക്കൗട്ട് കിട്ടി. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ലക്ക് ഉണ്ടാവണം. നോക്കാം ഗൈസ്, ഞാൻ നല്ലൊരു പ്ലെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ W തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളെ ബാഡ്ജ് പിക്ക് ചെയ്യണം. കാരണം ബാഡ്ജ് പിക്കും പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ ബാഡ്ജ് പിക്ക് പോലെയാണോ എന്നൊക്കെ നോക്കണം. ഓക്കെ, അയർലൻഡാണോ? അയർലൻഡ് സെൻറ്റർ ബാക്ക് ഇതറിയില്ല, ഇതാരാണ്? 110 NDKയുടെ കാർഡാണ്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ബാഡ്ജ് പിക്ക് ചെയ്യാം. ഇവർ ഇതൊന്നും മാറ്റിയിട്ടില്ല, 105+ തന്നെയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. 107 തന്നെയാണ് മാക്സിമം. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് ലക്ക് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കാരണം കഴിഞ്ഞാലൊക്കെ നമുക്ക് 110 വെച്ച് കിട്ടി. ബട്ട് ഇപ്പം 110 കിട്ടിയാൽ പോലും അത് 1000 ടോക്കണേ വെർത്താവുള്ളൂ. 5000 ടോക്കണൊന്നും വെർത്താവില്ല. സോ മേ ബി ഞാൻ ഇനിയിപ്പം ബാഡ്ജ് പിക്ക് ചെയ്യലങ്ങനെ കുറവായിരിക്കും. മെയിൻ അക്കൗണ്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഉള്ള ഫോൾഡർക്ക് വെച്ചിട്ട് ഷാർട്ട് പിക്കിനും എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇതിനകത്ത് 107 തന്നെയാണ്. 107 മേളിൽ പോയിട്ടില്ല എന്തായാലും. ഓക്കെ, എനിക്ക് പിക്കുന്ന ആരാണ് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യുക. ഹയസ്റ്റ് ഓക്കെ 108 വന്നിട്ടുണ്ട്. അങ്ങനെയും കയറി വന്നാൽ മതിയായിരുന്നു. 109, 110, 111. ബട്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ല. ഓക്കെ, 108 കാർഡാണ്. ഓക്കെ, നമ്മളെ തേർഡ് അക്കൗണ്ട് വന്നിട്ട് എന്തായാലും തേർഡ് അക്കൗണ്ടിൽ 15K ജെമ്മുണ്ട്. ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും 3K ജെം ഓപ്പൺ ചെയ്യാൻ തുടങ്ങാം. അതിന് 7.5K അങ്ങനെ അങ്ങ് പോട്ടെ. ഓക്കെ, നമുക്ക് ഇതിനകത്ത് വർക്കൗട്ട് കിട്ടില്ല എന്ന് അറിയത്തില്ല, നോക്കാം ഗൈസ്. ഓക്കെ, അർജൻറ്റീനയാണ് സെൻറ്റർ മിഡ്. മാക്കലിസ്റ്ററാണ്. മാക്കലിസ്റ്ററിൻ്റെ അല്ല, 115 ബനേക്കയുടെ കാർഡാണ്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇനി അടുത്തയിലോട്ട് പോവാം. കാരണം ഇനി 110+ ആണ് ഗൈസ്. ഓക്കെ, പ്രതീക്ഷകളുണ്ട് നമുക്ക് നല്ലൊരു കാർഡ് കിട്ടുമെന്ന്. ഞാൻ സെക്കൻഡ് അക്കൗണ്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് 114 കാർഡ് കിട്ടിയത്. അതാണെങ്കിൽ ഫുള്ള് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല. ഓക്കെ, നമുക്ക് വർക്കൗട്ട് ഗ്യാരണ്ടീഡാണ്, നോക്കാം. ഓക്കെ, സ്പെയിനാണ് സെൻട്രൽ മിഡ്. സാബി അലോൺസോ ആണോ? അല്ലേ,
111 ഏതോ ഹെരേരയാണ്. ഇനിയിപ്പോൾ നമുക്ക് 2.5Kയുടെ 2 ബാക്ക് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് പിക്ക് ആണ് എന്തോന്ന് ബാക്കിയുള്ളത്. ഇത് നമുക്ക് വോക്കൗട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. സ്റ്റിൽ നമുക്ക് നോക്കാം. വോക്കൗട്ട് കിട്ടിയ ഡബ്ല്യു ആയിരിക്കും. നോക്കാം ഗൈസ്, വോക്കൗട്ട് ഉണ്ടാവോ? ഇല്ല ഗൈസ്, വോക്കൗട്ട് ഇല്ല. പറ്റിച്ചിട്ടുണ്ട് എന്തായാലും. സോ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, അതും കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഗൈസ് വല്ല എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ നമ്മളെ ബാഡ്ജ് പിക്ക് ഒക്കെയാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇതിനകത്ത് നിന്ന് നമ്മൾ ലീഗ് റിവാർഡ് കളക്ട് ചെയ്യാൻ വിട്ടുപോയി. അത് കളക്ട് ചെയ്യാം. എങ്ങാനും നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിൽ പോലെ കിട്ടിയ ഡബ്ല്യു ആയിരിക്കും. ബട്ട് എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. 111 പ്ലെയർ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും വോക്കൗട്ടിന് ചാൻസ് കുറവാണ്. ബട്ട് തേർഡ് അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല ഗൈസ്, വോക്കൗട്ടില്ല. ഇപ്രാവശ്യം ഇവർ തന്നില്ല. ഇത് നമുക്ക് എന്തായാലും ബാഡ്ജ് പിക്ക് ചെയ്യാം. ബാഡ്ജ് പിക്കിൽ നല്ല എന്തെങ്കിലും കിട്ടിയാൽ മതി. 108 തോന്നുന്നു മാക്സിമം കിട്ടിയത് നമുക്ക്. ഇതിനകത്ത് 107 വന്നേക്കുന്നത്. മീൻസ് നമുക്ക് നോക്കാം. 4 കൂടി ബാക്കിയുണ്ട്. ഇത് ആർക്കെങ്കിലും 111-12 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല. ഓക്കെ, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും 107. ഓക്കെ, അടുത്തത് 108 ഗൈസ് മാക്സിമം. അങ്ങനെ കയറി വന്നാൽ മതിയായിരുന്നു. ബട്ട് കയറി വരില്ല ഗൈസ്. ഈ പ്രാവശ്യം നമുക്ക് തരുമെന്ന് തോന്നുന്നില്ല. ഞാൻ അതിന് തൊട്ട് ബാഡ്ജ് പിക്ക് ആക്കുന്നത് നിർത്തും മിക്കവാറും. ഓക്കെ, 109. ഫസ്റ്റ് ടൈമാണ് 109 കിട്ടിയത്. മറ്റേതിനകത്തൊക്കെ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ബട്ട് ഇതിനകത്ത് ഇവർ പ്രോബിലിറ്റി കുറച്ചാണ്. എന്തായാലും 108 ഗോൾ കീപ്പറാണ്. കുഴപ്പമില്ല ഗൈസ്.